അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. അപ്പോൾ ആശംസകൾ നേരിട്ടുണ്ട് നമ്മുടെ ഇതിൻ്റെ വൈസ് പ്രസിഡന്റ് സർക്കിൾ, ജോയിന്റ് സെക്രട്ടറി ഒക്കെ ഉണ്ട്. കൂടാതെ എല്ലാവരും രണ്ടു വാക്ക് പറയാനുള്ള അവസരമൊക്കെ ഉണ്ട്. ആരെയും പേര് വിളിച്ച് രണ്ടു വാക്ക് പറഞ്ഞെന്ന് പറയാം. താല്പര്യത്തോടെ വന്ന് രണ്ടു വാക്ക് ഈ ചടങ്ങിന് ആശംസകൾ നേരിട്ടതായിട്ടുണ്ട്. ആരെയും നിർബന്ധിക്കുന്നില്ല. ഇന്നയാൾ ചേർന്നുള്ള കൊണ്ട് മാത്രമാണ് കാര്യമില്ല. അപ്പോൾ അതുപോലെ തന്നെ നന്ദി പ്രകാശനാഥിനെ നമ്മുടെ സാധാരണ നമ്മുടെ ട്രഷറർ സലാമിനെയാണ് നിർദ്ദേശിച്ചപ്പോൾ നന്ദി പ്രകടനത്തിനായി സലാമിനെയും ക്ഷണിക്കണേ സ്വാഗതം ചെയ്യുന്നു. നന്ദി പ്രകടനം നടത്തിയിരുന്നു സലാമിനെയും. അപ്പോൾ കൂടുതൽ നൽകുന്ന ഇതിനേക്കാൾ എല്ലാം ഉപരി ഈ വേദിയിൽ നമ്മളോടൊപ്പം എത്തിയിട്ടില്ല നമ്മുടെ സഹപാഠിയായ രജനി ഗണേശനെ ആദരിക്കുന്ന ചിത്രം കൂടി ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിട്ട്. കാരണം രജനിയെ കുറിച്ച് ഞാൻ ആ സമയത്ത് പറയുമ്പോൾ വളരെ ഈ സമീപ കാലങ്ങളിൽ വളരെയധികം സാഹിത്യ രംഗത്തും കലാരംഗത്തും എല്ലാ രംഗത്തും പ്രതിഭ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ് നമ്മുടെ സഹപാഠിയായ രജനി ഗണേശ്. അവിടെ നിന്ന് ഇന്നലെ ഒരു ചടങ്ങിന് പങ്കെടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന വീട്ടിൽ എത്തിയിട്ടേ ഉള്ളൂ. താമസിയാതെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവളെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഇന്ന് ഇവിടെ എത്തിയിട്ട് എല്ലാവരും നമ്മളെക്കാൾ എല്ലാവരും ഈ വേദിയിരിക്കുന്നവരെക്കാൾ വിശിഷ്ട വ്യക്തികളെ നമ്മളിവിടെ കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരും ഓരോരുത്തരുമാണ്. അവരെയൊക്കെ എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായിട്ട് എൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നതിനായിട്ട് നമ്മുടെ ബെന്നിമാഷ് ശ്രമിക്കും. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ വളരെ നെർവസാണ്. കാരണം നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സമയത്ത് ഇതുപോലൊരു സദസ്സിൽ കയറി നിൽക്കാൻ ഒരവസരം കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണോ അതേ ഒരു മാനസികാവസ്ഥ നമ്മൾ ഒരുമിച്ച് സുഖദുഃഖങ്ങൾ പങ്കുവെച്ചെല്ലാം ഒരുമിച്ച് ഒരേ കാലത്ത് കഴിഞ്ഞു വന്ന ആളുകൾ നമുക്ക് ഈ കൂട്ടായ്മ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പല ഭാഗത്തു നിന്നും ശ്രമങ്ങൾ ഉണ്ടായി. അതെല്ലാം കൂടെ ഫലം എത്തിയത് ഒരേ സമയത്താണ്. നമ്മുടെ ഈ കൂട്ടായ്മ വളരെ യാദൃശ്ചികമായിട്ട് ഞാൻ വിളിച്ചു കോളയാട് പോകുമ്പോൾ സലാമിനെ കോളയാട് വിളിച്ചു. സലാമിനോട് ഇങ്ങനെ നമ്മുടെ പല ഗ്രൂപ്പുകളിലൊക്കെ പഠിപ്പിക്കട്ടെ എന്നെല്ലാം സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഔദരാജനുണ്ട്. വളരെ യാദൃശ്ചികമായി ഞങ്ങൾ 3 ആളും കൂടെ കൂടി അവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ സലാമിനോട് പറഞ്ഞു. അപ്പോൾ കുറച്ച് തിരക്കായി അതിൻ്റെ മറ്റ് ഭാവി കാര്യങ്ങളെ കുറിച്ചൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെറിയ പണിയൊക്കെ നിൽക്കുമ്പോൾ സലാമും അരവിന്ദാക്ഷനും കൂടെ വരുന്നു. നമുക്കിങ്ങനെ ഒരു കൂട്ടായ്മ ചെറിയ രീതിയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വനിതയും മത്സരയും ഒക്കെ വന്ന് അവർ കൂട്ടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ ഗ്രൂപ്പുണ്ട്. അതിനകത്ത് നമുക്കെല്ലാവരും കൂടെ അപ്പോൾ സലാമിനോട് സംസാരിച്ചപ്പോൾ സലാമിന് കാര്യം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വന്നതാണ്. അങ്ങനെ ആ ഭാഗത്തുള്ള ഞങ്ങളുടെ പുളക്കുട്ടി നടപ്പാൻ്റെ എന്തോടി ഭാഗത്തുള്ള ആളുകളെ കുറേ ആളെ ഞങ്ങൾ പോയി കണ്ടു. അവരെയൊക്കെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു. പിന്നെ ഞാൻ കുറേ ആളുകളെ സംഘടിപ്പിച്ചു. അങ്ങനെ ഓരോ ഭാഗത്തു നിന്നും പിന്നെ ഓരോരുത്തർ ചേർത്ത് കഴിയുമ്പോൾ ആ ഭാഗത്തുള്ള ആളുകളെല്ലാം അവരെ ആഡ് ചെയ്ത് നമ്മുടെ ഈ കൂട്ടായ്മ മെയ് 11 നമ്മളൊരു മഹാസംഗമം നടത്താൻ ഭാഗത്തിൽ വന്നു. അത് ഒരു യാദൃശ്ചികത തുടങ്ങി അത് ഫലവത്തായതാണ്. ഒരേ സമയത്ത് പല ആളുകൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കും. അത് ഒന്നിച്ച് ഫലവത്തായി. അങ്ങനെയാണ് നമ്മുടെ ഈ കൂട്ടായ്മ വന്നത്. ഇപ്പോഴത് വളരെ സജീവമായി നമ്മൾ പോകുന്നുണ്ട്. ഈ കൂട്ടായ്മയിൽ വന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും ഇതിനുവേണ്ടി എന്നെ ക്ഷണിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനത്തിനായി നമ്മുടെ പ്രിയങ്കരനായ ജോർജ് സി വിയെ കുറിച്ച് പറയുമ്പോൾ ജോർജ് സി വി എന്നുള്ളത് എൻ്റെ വേറൊരു ബാച്ചിലെ സുഹൃത്താണ്. ജോർജ് ടി യു. അപ്പോൾ ജോർജ് ടി യു ഞങ്ങൾ ഒരു വർഷം ഒരു ബെഞ്ചിൽ അടുത്തടുത്തിരുന്നിങ്ങനെ 10ാം ക്ലാസ്സിൽ കഴിഞ്ഞ 5 പേരിൽ ഒരാളാണ് ജോർജ്. ഇത് ഉദ്ഘാടനം ചെയ്യാനായി ജോർജിനെ ക്ഷണിക്കുന്നു. നമുക്കറിയാം നമ്മുടെ കൂടത്തിൽ പഠിച്ച് കോളയാട് തന്നെ നമ്മുടെ സ്ഥാപനത്തിന് തൊട്ടടുത്തുള്ള വലിയ ഒരു ബാങ്കിൻ്റെ മാനേജർ ജോലിയാണ്. അപ്പോൾ
പദവി വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സ്ഥാനത്ത് നിൽക്കുന്ന ജോർജിനെ നമ്മൾ വേണ്ട വിധത്തിൽ അറിഞ്ഞിട്ടോ പരിഗണിച്ചിട്ടോ ഇല്ല. അപ്പോൾ അതിനുള്ളൊരു അവസരം കൂടിയായിട്ട് ഈ അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. ജോർജിനെ സ്നേഹപൂർവ്വം ഉദ്ഘാടനം. എനിക്ക് ചെറിയ വിഷമമുണ്ട്. ഞാൻ ഔപചാരികമായ അഭിസംബോധന കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇപ്പോഴാണ് എന്നോട് ഇങ്ങനെ ഒരു വലിയ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കണമെന്ന് നമ്മുടെ അരവിന്ദാക്ഷനായിട്ട് പറയുന്നത്. ഒരു ദിവസം മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഒരു പ്രസംഗമൊക്കെ ബൈഹാറിൽ പഠിച്ചിട്ട് നിങ്ങളെ രോമാഞ്ചം അണിയിക്കാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷേ ഈ നിമിഷം പറഞ്ഞത് ശൂന്യമായ മനസ്സുമായിട്ടാണ്. ഇതിനു മുമ്പ് നമ്മൾ കൂട്ടിന്റെ സംഗമം നടത്തിയപ്പോൾ വലിയ ആഗ്രഹത്തോടുകൂടി ഒരുങ്ങിയതാണെങ്കിൽ ഔപചാരികമായി എനിക്ക് ബാങ്കിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായതുകൊണ്ട് അന്ന് വരാൻ പറ്റിയില്ല. വലിയ വിഷമമുണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ ഇനിയൊരു മീറ്റിംഗ് നടത്തുമ്പോൾ നിർബന്ധമായിട്ട് എനിക്കും കൂടി പറ്റുന്ന ഒരു ഡേറ്റ് തീരുമാനിക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ നിർബന്ധം പറഞ്ഞു. അതുകൊണ്ടാണ് 17 മാറ്റാനുള്ള കാര്യം. ആദ്യം നമ്മൾ തീരുമാനിച്ചത് ഈ മാസം 17-ാം തീയതി ആയിരുന്നു. അത് മാറ്റാൻ കാരണം എൻ്റെ ഒരു നിർബന്ധ ബുദ്ധിയാണ് ഞായറാഴ്ചയിലേക്ക് മാറ്റിയത്. അതിന് ഞാൻ ഇവരോട് നന്ദി പറയുകയാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഒരു 10-40 വർഷം മുൻപ് 4 പതിറ്റാണ്ട് ഒരു ചെറിയ കാലഘട്ടം ശൈശവാവസ്ഥയിൽ ഒരുമിച്ച് കളിച്ച് പഠിച്ചു വന്നവരാണ്. ഇതിൽ കുറച്ചു പേര് ഞങ്ങൾ ഒരുമിച്ച് സെന്റ് സേവിയേഴ്സ് യു പി സ്കൂളിൽ 1-ാം ക്ലാസ്സിലാണ് പഠിച്ചവരുണ്ട്. കുറച്ചു പേര് അതിനുശേഷം സെന്റ് സേവിയേഴ്സ് യു പി സ്കൂളിൽ തന്നെ 5-ാം ക്ലാസ് മുതൽ പഠിച്ചു വന്നവരുണ്ട്. പിന്നീട് കുറേ പേര് സെന്റ് തോമസ് സ്കൂളിൽ 8-ാം ക്ലാസ്സിൽ വന്നു ചേർന്ന് പഠിച്ചവരുണ്ട്. അപ്പോൾ ഈ ബാച്ച് ഇങ്ങനെ ഒരു വലിയ നദി രൂപപ്പെടുന്നത് ചെറിയ ചെറിയ നദികൾ ഒഴുകിയിട്ടാണെന്ന് പറയുന്നത് പോലെ നമ്മൾ 10-ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള വിവിധ സ്കൂളുകളിൽ നിന്നുള്ള അവരവരുടേതായ രീതിയിൽ വന്ന് ഒത്തുചേർന്ന് ഒരു വലിയ നദിയായി മാറുന്ന പോലെയാണ്. നമ്മളെല്ലാവരും വലിയ ഭാഗ്യവാന്മാരെ കോളയാട് സ്കൂളിൽ പഠിച്ചു വരുന്ന ഭാഗ്യവാന്മാരെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഈ കോളയാടിന് പ്രത്യേകത മറ്റ് നമ്മുടെ ഈ കണ്ണൂർ ജില്ലയിലെ മറ്റ് പല പ്രദേശങ്ങളിലും ഇല്ലാത്ത ഒരു വലിയ പ്രത്യേകത കോളയാടിനാണ്. കോളയാടിന്റെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത് എല്ലാ മതങ്ങളും ഏതാണ്ട് തുല്യമായി നിലനിൽക്കുന്ന പ്രദേശമാണ് കോളയാട്. കോളയാടിന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയാലോ കോളയാടിന് കിഴക്ക് ഭാഗത്തേക്ക് പോയാലോ ഈ ഒരു സന്തുലിതാവസ്ഥ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം ജനങ്ങളും വളരെ തുല്യമായ ഒരു കൊടുക്കൽ വാങ്ങലുകൾ, സാംസ്കാരികമായിട്ടുള്ള ഒരു കൊടുക്കൽ വാങ്ങലുകൾ നന്നായി നടക്കുന്ന പ്രദേശമാണ് കോളയാട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യമാണ്. എല്ലാവരും സ്വീകരിക്കാൻ പറ്റുന്നവരാണ് കോളയാട്. എല്ലാവർക്കും നൽകാൻ കഴിയുന്നവരാണ് കോളയാട്. ആ ഒരു ഹൃദയ വിശാലത നമുക്ക് ലഭിച്ചത് നമ്മൾ കോളയാട് ജനിച്ചതാണ്. മറ്റു പ്രദേശത്ത് അത് ലഭിക്കില്ല, അതുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കോളയാടുകാരായി ജീവിച്ചത്, കോളയാട് ജീവിച്ചത് നമുക്ക് വലിയ ഭാഗ്യവാന്മാരാണ്. അതോടൊപ്പം കോളയാട് സെന്റ് തോമസ് ഹൈസ്കൂൾ ആ സ്ഥാപനം, ആ മാനേജ്മെന്റ്, ആ കോളയാട് സെന്റ് തോമസ് പള്ളി, അതൊക്കെ ഏതാണ്ട് 100-120 വർഷങ്ങൾക്ക് മുമ്പ് കോളയാട് സ്ഥാപിതമായത്. അതിന്റെ ചരിത്രമൊക്കെ വളരെ ജനക്ഷേമകരമായ ഒരു പദ്ധതി നിലവിലുണ്ടായിരുന്നു. കോളയാട് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി, അവരുടെ ആരോഗ്യത്തിന് വേണ്ടി, ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടി, പട്ടിണി മാറ്റുന്നതിന് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടിയൊക്കെ സെന്റ് തോമസ് മിഷൻ എന്ന ഒരു സ്ഥാപനം അവിടെ സ്ഥാപിക്കപ്പെടുന്നു. മംഗലാപുരം രൂപതയുടെ കീഴിലാണ് നാം പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അവരാണ് ഇവിടുത്തെ കുടിയേറ്റ ജനതയ്ക്ക് ഒരു മാർഗദീപം തെളിച്ചു കൊടുത്തത്. കോളയാട് ഭാഗമാണ് കണ്ണൂർ ജില്ലയിലെ മലബാറിലെ ആദ്യത്തെ കുടിയേറ്റം നടന്ന പ്രദേശം. അത് ഒരു വലിയ ചരിത്രമാണ്. മലബാറിലെ ആദ്യത്തെ കുടിയേറ്റം നടന്ന പ്രദേശമാണ് കോളയാട്. കോളയാട് എന്നാണ് പലരും പിന്നീട് പല സ്ഥലത്തേക്ക് കുടുംബക്കാർ അങ്ങനെ വന്നതാണ്. ആ കുടിയേറ്റത്തിന് കാരണമായത് ഈ സെന്റ് തോമസ് ദേവാലയവും ആ പാരിഷ് മിഷനൊക്കെ. അപ്പൊ അവര് ഈ പ്രദേശത്തിൽ ഉന്നമനത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. അത് നന്ദിപൂർവ്വം നമ്മൾ ഈ തലമുറ സ്മരിക്കണം.
അവർ വരുത്തിയ സാമൂഹിക പരിവർത്തനം ഒരുപാട് കുടുംബങ്ങളെ അവർ സഹായിച്ചിട്ടുണ്ട്. ആ അന്നുകാലത്ത് പഠിക്കുമ്പോൾ നമുക്കറിയാം സ്കൂളുകളിൽ നൽകിയിരുന്ന ഉപ്പുമാവും ഈ ഗോതമ്പ് ഉപ്പുമാവും അതുപോലെ തന്നെ അമേരിക്കൻ സഹായത്തോടെ ചെയ്യുന്ന പാലെന്നുള്ള സാധനം അതൊക്കെ ആക്രാന്തത്തോടെ കഴിച്ചിട്ടുള്ളവരാണ്. പട്ടിണി മാറ്റാൻ വേണ്ടി അവർ ചെയ്യുന്നത് വലിയ സഹായം. അതൊക്കെ നമ്മൾ സ്മരിക്കണം, നന്ദിയോട് സ്മരിക്കേണ്ട കാര്യമാണ്. ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല. നമുക്ക് തിരിച്ചു വരാം, നമ്മുടെ കാലഘട്ടത്തിലേക്ക് തിരിച്ചു വരാം. നമ്മുടെ ഈ 10ാം ക്ലാസ്സിൽ കൂട്ടായി ഞാൻ കഴിഞ്ഞ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. വളരെ സന്തോഷത്തോടെ ഈ മീറ്റിംഗിൽ ഞാൻ പങ്കെടുക്കുന്നു. എന്നെ ഇപ്പം അരവിന്ദാക്ഷൻ ഇവരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി ജോർജ് ടിയു ആദ്യത്തെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. എൻ്റെ വീട് പുന്നപ്പാലത്താണ്. ഭാര്യ ബിന്ദു പിന്നെ കുന്നോത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്. 2 മക്കളുണ്ട്. മൂത്തയാള് ജോയൽ, അവൻ ഹൈദരാബാദിൽ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ ആൾ ജോഷുവ MBBS 4ാം വർഷം തിരുവല്ലയിൽ പഠിക്കുന്നു. ഇതാണ് എൻ്റെ ഒരു പരിചയപ്പെടുത്തൽ കൂടി നടത്തിയത്. നമ്മളെല്ലാവരും അത് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നമുക്ക് ഒരേ ബാച്ചുകാരാണെങ്കിലും പരസ്പരം അറിയില്ല. കുറച്ച് പേരൊക്കെ അറിയാമെന്നല്ലാതെ ഇപ്പോൾ വന്ന് പരിചയപ്പെടുത്തുമെന്നല്ലാതെ. അപ്പോൾ അത് അവരുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ താല്പര്യമുണ്ട്. എല്ലാവരും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും വളരെ സന്തോഷത്തോടുകൂടി ഈ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കുന്നു. ഈ ചടങ്ങ്, ഈ സൗഹൃദ കൂട്ടായ്മ, ഈ ഓണാഘോഷ പരിപാടികളനുബന്ധിച്ചുള്ള 1982 ബാച്ച് കൂട്ട് എന്ന ഈ സൗഹൃദ കൂട്ടായ്മയുടെ ഈ നമ്മുടെ ഈ യോഗത്തിൻ്റെ ഉദ്ഘാടന കർമ്മം വളരെ സന്തോഷത്തോടെ നിർവഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സോറി, ഞാൻ പ്രസംഗിക്കില്ല. ആശംസ പറയാൻ കഴിയുന്നത് സ്റ്റേജിൽ വൈസ് പ്രസിഡന്റ് ഞാനാണെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു. ഏതായാലും നമ്മുടെ ഈ കൂട്ടിൻ്റെ ഓണാഘോഷ പരിപാടിയിൽ നമ്മൾ കുറേ ആൾക്കാരെത്തി. നമ്മുടെ സംഗമത്തിൻ്റെ ആദ്യത്തെ പോലെ അത്ര ആളുകളെങ്കിലും കുറേ ആളെത്തി. അതിൽ വളരെ സന്തോഷമുണ്ട്. അന്ന് കൂട്ടായ്മയിൽ പങ്കെടുക്കാത്ത കുറച്ച് പേരെ എങ്കിലും ഇവിടെ വന്നു. ഇനിയും ഇത്തരം പരിപാടികൾ നമുക്ക് സംഘടിപ്പിക്കണം. ഈ ഇത് ആശംസ അറിയിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഈ കൂട്ടായ്മയുടെ ഒരിക്കൽ കൂടി നല്ലൊരു ആശംസ നൽകുന്നു. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതായി നമ്മളുടെ കൂട്ടായ്മയുടെ ജോയിന്റ് സെക്രട്ടറി വനിത ടീച്ചറെ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അവരും എല്ലാവരും വന്ന് എഡ്യൂക്കേഷൻ പറഞ്ഞതുപോലെ ഇവിടെ സ്വയം പരിചയപ്പെടുത്തിയാൽ ഉപകാരമായിരുന്നു. 2 വർഷം എനിക്കും തിരിച്ചറിയാത്ത ധാരാളമുണ്ട്. അപ്പോൾ ഓരോരുത്തരും അന്ന് നമുക്ക് ഒന്നിനും സമയം കിട്ടിയില്ല. അധ്യാപകരാധനിക്കലും എല്ലാ പരിപാടിയാകുമ്പോഴേക്ക് സമയം ലേറ്റായി, മഴയും വന്നു. അത് നമുക്കന്ന് തീരെ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതുവരെ പരിചയപ്പെടാത്തവരെ വീണ്ടും പരിചയപ്പെടാനും എനിക്ക് ആഗ്രഹമുണ്ട്. ഈ പരിപാടി ഇത്രയും നന്നായി സംഘടിപ്പിച്ച അരവിന്ദാക്ഷനും എല്ലാവർക്കും ഈ കൂട്ടിൻ്റെ പേരിലും എൻ്റെ പേരിലും ഞാൻ ആശംസ നൽകുന്നു. ഈ പരിപാടി മികച്ച രീതിയിലെത്തെ എന്ന് പ്രാർത്ഥിക്കുന്നു. അധ്യക്ഷൻ കഴിഞ്ഞ വർഷം അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം മലയാളം ഗവൺമെൻറ് ബാങ്ക് മാനേജറും ക്ലാസ്മേറ്റുമായ വിജയും അതുപോലെ പരിപാടികളെ സുഹൃത്തുക്കൾ കഴിഞ്ഞ 11 നടന്ന മീറ്റിംഗ് പരിചയപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ പുതുമകളിൽ കാണുന്നുണ്ട്. കാരണം 5-8 പേരെ വന്നു കൈവന്നി കുട്ടികൾ വന്ന ആൾക്കാർ 10 പേരോട് കൂടുതലായിട്ട് പറഞ്ഞു. വളരെ സന്തോഷം. നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആളുകൾ വരുന്നുണ്ട് ഒരു സന്തോഷമുള്ള വാർത്തയാണ്. കാരണം കഴിഞ്ഞ മീറ്റിങ്ങിൽ 96 പേരായിരുന്നു ഉണ്ടായിരുന്നത് വന്നത്.
പക്ഷേ അന്ന് വരാൻ പറ്റാത്ത അന്ന് തന്നെ വിളിച്ചു പറഞ്ഞ പല സാങ്കേതിക അസൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് വരാൻ പറ്റാതെ കുറച്ച് പേരും ഉണ്ടായിരുന്നു. വിളിച്ചു ലൈവായിട്ട് അയച്ചു എന്നൊക്കെ പറഞ്ഞവരുണ്ടായിരുന്നു. അന്നത്തെ പരിപാടി വളരെ നമ്മുടെ ഗംഭീരമായ പരിപാടിയായിരുന്നു. പരിപാടി കഴിയുന്നതിന് എല്ലാവർക്കും ഫോട്ടോ, അന്നത്തെ പരിപാടിയുടെ ഫോട്ടോ ഞങ്ങൾ കൊടുത്തിരുന്നു. കിട്ടാത്തവർ പറഞ്ഞാൽ ഇത് എല്ലാ ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ പരിപാടി വരാത്തതുകൊണ്ട് എന്നെ പേഴ്സണലായിട്ട് ഒന്ന് പരിചയപ്പെടുത്തുക. വിനോദ് കുമാർ, ഞാൻ എൻ്റെ വീട് കോളയാടാണെങ്കിലും ഇപ്പം ഞാൻ കൂത്തുപറമ്പിലാണ് താമസിക്കുന്നത്. എൻ്റെ ഭാര്യ ശ്രീജ, എൻ്റെ മക്കളെ ഒന്ന് അഭിജിത്ത്, ഒരാൾ ആദ്യം. അപ്പം എൻ്റെ സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ഇന്നലെ കഴിഞ്ഞ ദിവസം വന്ന റിസൾട്ട്, എൻ്റെ മോൻ പഠിച്ച പറത്തക്കാട് കാർഷിക കോളേജിലായിരുന്നു. അവൻ BSc അഗ്രികൾച്ചർ 80% മാർക്കോടെ പാസ്സായതുകൊണ്ട് നിങ്ങൾ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഗ്രൂപ്പിലിട്ടില്ല, ഇത് വയറാഴ്ച എടുക്കുമായിരുന്നു. അതിൽ രണ്ടാമത്തെ മകൻ +2 പഠിക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം സംഭവം ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. ഒരു ഫാം തുടങ്ങിയിട്ടുണ്ട്. പശുവിൻ്റെ ഫാമാണ്. ഒരു 5-6 കൂടി തുടങ്ങിയതാണ്. എന്താ പറയുക, അടുത്ത വർഷം റിട്ടയറാകുന്നത് വേണ്ടേ. അപ്പോൾ ഒരു 10 പേര് കൂടി ഒരു FP ഒക്കെ തുടങ്ങി, ഒരു ഫാം തുടങ്ങി. അതിലൊരു വേറൊരു നന്ദി കൂടി ഈ സമയത്ത് പറയാനുണ്ട്. കാരണം ഫാമുകൾ വലിയ 10-60 ലക്ഷം രൂപയുടെ സംരംഭമാണ്. 10-25-30 പശുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഞാൻ ജോർജിനടുത്ത് കുറച്ച് സാമ്പത്തിക സഹായം വേണമെങ്കിൽ ജോർജിനെ സമീപിച്ചപ്പോൾ 2 മണിക്കൂർ കൊണ്ട് 2 ലക്ഷം രൂപ എനിക്ക് അനുവദിച്ച് സന്തോഷം കൂടി ഈ സന്ദർഭത്തിൽ അറിയിക്കണം. കാരണം നമ്മൾ പല സ്ഥലത്ത് പോയാൽ ഫോട്ടോ വേണം, അത് വേണം, ഇത് വേണം, നാളെ വാ, മറ്റന്നാൾ വാ, ആധാർ കാർഡ്, സ്വർണ്ണത്തിന്റെ വില, ഇതൊക്കെ പറഞ്ഞ് വളരെ നമ്മളെങ്ങനെയെങ്കിലും തരാതിരിക്കാനാണ് ഗവൺമെന്റ് 4% പലിശക്ക് അദ്ദേഹം എനിക്ക് 2 ലക്ഷം രൂപ തന്നത് എന്റെ ക്ലാസ്മേറ്റിന് എന്നിട്ട് ഏറ്റവും വലിയ ഒരു എന്താ പറയണ്ടേ നന്ദി ഈ സമൂഹത്തിനോട് പറയാതിരിക്കാൻ വയ്യ. കാരണം നാളെ കോളയാടുള്ള എല്ലാവർക്കും അദ്ദേഹത്തിന്റെ സഹായം കിട്ടുന്നതായിട്ട് നിശ്ചയിക്കും. നാളെ ലോൺ എടുത്ത് അതിനുള്ള ആധാർ കാർഡ് എന്തായാലും പറയാം. 2 മണിക്കൂർ പിന്നെ ഞാൻ വർക്ക് ചെയ്തത് റേഡ്കോ കേരള ലിമിറ്റഡ് അതിന്റെ റേഡ്കോ ഫുഡ്സിന്റെ മാർക്കറ്റിംഗ് മാനേജറായി കേരള മാർക്കറ്റിംഗ് മാനേജർ വർക്ക് ചെയ്യാണ്. അധികം കണ്ണൂരല്ല, കേരളത്തിന്റെ പല ജില്ലകളിലായിട്ട് ഉണ്ടാവും. അത് എറണാകുളം ബേസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. കണ്ണൂരാണ് ഹെഡ് ഓഫീസ്. അവിടെ റേഡ്കോ കറക്റ്റർ വാങ്ങി റേഡ്കോ നന്നാക്കി എടുത്തിട്ട് കൂടി പിന്നെ നമ്മുടെ എനിക്ക് തോന്നുന്നു 1982 ബാച്ച് എന്ന് ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു. നമ്മുടെ കോളയാട് സെന്റ് കോറലി ഹൈസ്കൂളിലെ 1968 തുടങ്ങിയെന്ന് തോന്നുന്നു. അന്ന് മുതൽ 1982 വരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടായ, ഏറ്റവും കൂടുതൽ ശതമാനം റിസൾട്ട് ഉണ്ടായ, ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടായ ഒരു ബാച്ചായിട്ടാണ് അറിയപ്പെടുന്നത്. 1982 ബാച്ച് 60% രജനി ഗണേഷിനെ സ്വാഗതം ചെയ്യാണ്. അത് ഏറ്റവും നല്ല ബാച്ചായിട്ടാണ് ഇങ്ങോട്ട് പറഞ്ഞു. സാഹിത്യകാരിയാണ് നമ്മുടെ ഇടയിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്ടർമാരുണ്ട്, വക്കീൽ, നമ്മുടെ പിന്നെ സുരേഷ് തോമസ് വക്കീലാണ്, അവിടെ എല്ലാം എഞ്ചിനീയർമാരുണ്ട്, ബിസിനസ്സുകാരുണ്ട്. മുസ്തഫ കാര്യങ്ങൾ ടൈൽസ് വേണമെങ്കിൽ മുസ്തഫയെ സമീപിച്ചാൽ മതി. ഇന്റർലോക്ക് എന്ന് പറഞ്ഞല്ലേ ഇതില്ലേ കല്ലില്ലേ, ഇന്നത്തെ കല്ലുഭാഗത്തില്ലേ, അതിന്റെ കണ്ണൂർ ജില്ല ഏറ്റവും വലിയ ആളാണ് മുസ്തഫ. അങ്ങനെ പല മേഖലയിലുള്ള ആൾക്കാർ നമ്മുടെ ഇതിലുണ്ട്. എല്ലാം ബൂസ്റ്റാണ്, എല്ലാ കമ്പനി മാത്രം പറഞ്ഞ പോലല്ല. അങ്ങനെ പല മേഖലയിലുള്ള ആൾക്കാർക്ക് ലോണിന് പൈസ വേണമെങ്കിൽ ഇദ്ദേഹത്തിന് സമീപിച്ചാൽ മതി. അങ്ങനെ എല്ലാ മേഖലയിലുള്ള ആളുകൾക്ക് സാഹിത്യകാര്യം കൂടി എത്തിയിട്ടുണ്ട്. നമ്മുടെ ആർട്ടിസ്റ്റ് തുടങ്ങി നമ്മളെ സലാമിനെ കണ്ടാൽ മതി. എന്തെങ്കിലും വണ്ടി എടുത്ത് നിലപാടുന്നതുകൊണ്ട് സലാമിനെ കണ്ടാൽ മതി. അങ്ങനെ രാഷ്ട്രീയകാര്യത്തിന്റെ ഭർത്താവ് വലിയ രാഷ്ട്രീയകാരിയാണ്. അങ്ങനെ എല്ലാ മേഖലയിലുള്ള ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കോളേജ് ഹൈസ്കൂൾ ഏറ്റവും നല്ല റിസൾട്ട് എന്ന് പറയുന്നത് 1982 ബാച്ചിൽ റിസൾട്ടാണ്. 3 ഡോക്ടർമാർ നമ്മളെ ബാച്ചിൽ ഉണ്ടായിരുന്നതായിട്ട് സന്തോഷം അറിയിക്കുക. കാരണം നമ്മളെ പുഷ്പ, അതുപോലെ തന്നെ ബോബി, അതുപോലെ സജിത് ഫിലിപ്പ്, അവരൊക്കെ ദൂരത്തായിട്ട് വരാൻ പറ്റിയില്ല. നമ്മളോട് തന്നെ ചേർന്ന് നിന്ന് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അപ്പൊ 3 ഡോക്ടർമാരെ നമുക്ക് അന്ന് സംഭാവന ചെയ്യാൻ പറ്റും. ഈ അടുത്ത കാലത്തൊന്നും അത്രയും ഒന്നിച്ച് ഡോക്ടർമാരെ, അന്ന് ഡോക്ടർമാർ വലിയ ഇഷ്ടംപോലെ ഉണ്ടാവും. പക്ഷെ അന്ന് 1982 ഡോക്ടറെ എടുക്കുക എന്ന് പറഞ്ഞാൽ കോച്ചിങ് ക്യാമ്പൊന്നുമില്ല. ആ കാലഘട്ടത്തിലാണ് നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ ഡോക്ടറൊക്കെ ആയത് എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അന്നത്തെ ഉണ്ടായ ആൾക്കാർ തന്നെ വളരെ അപൂർവം ആൾക്കാർ മാത്രമേ പഠിച്ചിട്ട് ജോലിയൊക്കെ ലഭിക്കാത്ത അവരെ ദൗർഭാഗ്യം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കുടുംബ പശ്ചാത്തലം ഉണ്ടായിരിക്കും. എന്നാൽ എല്ലാം നല്ല വിദ്യാഭ്യാസത്തിൽ നല്ല ജോലിയൊക്കെ എടുത്ത് നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന, നല്ല ബിസിനസ് മേഖലയിലും ഓരോ മേഖലയിലും നല്ല ജീവിച്ചു പോകുന്ന സാഹചര്യം ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നമുക്ക് നമ്മുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരു
വർഷത്തേക്കുള്ള ഒരു കൂട്ടായ്മയല്ല. കഴിഞ്ഞ 2023 നമ്മൾ മെയ് 11 നടത്തിയപ്പോൾ തന്നെ കോളയാട് ഹൈസ്കൂളിൽ നടത്തിയ കൂട്ടായ്മയിൽ എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തെ കൂട്ടായ്മകൾ ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും നല്ല, കാരണം പങ്കാളിത്തം കൊണ്ടും പരിപാടികൾ കൊണ്ടും നടത്തിയ എല്ലാ കൊണ്ടും പലരും എന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങളെ കൂട്ടായ്മയിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തം ഉണ്ടായത് 1982 ബാച്ചിന്റെ കൂട്ടായ്മയായിരുന്നു എന്ന് വിളിച്ചു പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടായത് നമ്മൾ ഈ സന്ദർഭത്തിൽ ഞാൻ പറയുകയാണ്. അപ്പൊ നമ്മൾ ഇനി അങ്ങോട്ട് നടത്തുമ്പോഴും നമ്മളെ പങ്കാളിത്തം ഈ പറഞ്ഞ ഇതിപ്പോ 50-60 ആൾ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയും നമുക്ക് ആളെ ഇങ്ങനെയുള്ള പരിപാടികളിൽ പരമാവധി ആളെ പങ്കെടുക്കാൻ വേണ്ടി നിശ്ചിത ദിവസം ഒരു വർഷത്തേക്ക് ചോദിച്ചിരുന്നു. അപ്പൊ ഒരു വർഷം, അടുത്ത വർഷം അവർ തന്നെ ആവാം, അല്ലെങ്കിൽ പുതിയ ആളാവാം. എല്ലാ സാഹിത്യ സാംസ്കാരികങ്ങളിലെ മികവ് എത്തിയിട്ടുണ്ട്. സ്വാഗതത്തിൽ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണെങ്കിലും ഒന്നുകൂടി, അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ച് കാണിച്ചുകൊണ്ട് അതിൻ്റെ ഇടയിൽ സമൂഹങ്ങളൊക്കെ എഴുതിയും കഥ രചന എത്തിയില്ല. ഞാൻ ഈ വലിയ നമ്മൾ സംഘവുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതൽ അറിയാൻ ഇപ്പൊ അന്ന് ഷോർട്ട് ഫിലിമിനെ 14 അഭിനയമൊക്കെ നിർവഹിച്ചത് ശ്രീമതി നമ്മുടെ കുടുംബ രജനി ഗണേഷ് തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വടത്തോളം പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ബഷീറിന്റെ കുറേയുണ്ട്, വായിക്കാൻ ഇപ്പോൾ സമയമുള്ള നമ്മളോട് എത്തി പറയേണ്ട. അതിനെക്കുറിച്ചൊക്കെ ആ 2 വാക്ക് എന്തായാലും നമ്മുടെ സഹപാഠിയായ രജനി പറയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ചടങ്ങിലുള്ള നമ്മൾ ആദരിക്കലാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് രജനിയെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഉദ്ഘാടകനായ ശ്രീമാൻ ജോർജിനെയാണ് ക്ഷണിക്കുന്നത്. പൊന്നാട അണിയിക്കുന്നതിനായിട്ട് നമ്മുടെ പ്രസിഡന്റ് വെല്ലുമാഷ ക്ഷണിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ആദരമാണ് നമ്മുടെ സഹപാഠിയായ രജനി ഏറ്റുവാങ്ങുന്നത്. അവിടെയാണ് അപ്പൊ നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്നേഹനമസ്കാരം. ആദ്യമായിട്ട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് ലേറ്റായി പോകുന്ന കാര്യം. കാരണം ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു ചെറിയ അവാർഡ്, IFFKയുടെ ഒരു അവാർഡ് ഉണ്ടായിരുന്നു. ബെസ്റ്റ് ഷോർട്ട് ഫിലിം, അതായത് ഡയറക്ടർ, ഫീമെയിൽ ഡയറക്ടർ എന്നുള്ളത് അവാർഡ് പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. അരവിന്ദാക്ഷൻ നടന്ന സിനിമ വിളിക്കുന്നതിന് മുന്നേ ഒന്നും അറിഞ്ഞിരുന്നില്ല ഈ കാര്യം. 2 ദിവസം മുന്നേ അറിയുന്നു, പിന്നെ ഓടിപ്പടച്ചു പോയിരുന്നു. പറയാൻ വാക്കുകളില്ല എന്ന് പറയാൻ കാരണം PDP ഗ്രൂപ്പിൻ്റെ ആ ഒരു സമയത്ത് ഒരു ആദരവ് വന്നപ്പം ശരിക്കും കണ്ണു പറഞ്ഞു പോയി. കാരണം നമുക്ക് ചുറ്റും ഒരുപാട് സാഹിത്യ സംഘടനകളും അതുപോലെ കലാസംഘടനകളും ഒക്കെ വളർന്നു വരുന്ന ആളുകളെ പരിപോഷിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇത് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുകയാണ് നമ്മൾ 10ാം ക്ലാസ് ഗ്രൂപ്പുകാർ. അത് ഒരു പക്ഷെ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. എങ്ങനെയാണ് നമ്മളൊക്കെ ആ സമയത്ത് ജീവിച്ചിരുന്നതെന്നും അത് കഴിഞ്ഞ് പിന്നീട് നമ്മളുള്ള ജൈത്രയാത്ര എങ്ങനെയായിരുന്നുവെന്നും എവിടം വരെ എത്തി നിൽക്കുന്നു എന്നുള്ളതും. മാനുഷികമായ ചില മൂല്യങ്ങൾ നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ ചിലതൊക്കെ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും. ചിലരൊക്കെ നമ്മളെ ചവിട്ടി അമർത്തിയെന്ന് വരും. ചിലരൊക്കെ നമ്മളെ തഴഞ്ഞെന്ന് വരും. പക്ഷേ എത്രത്തോളം നമ്മളെ അവരെ തഴയുന്നുവോ, അല്ലെങ്കിൽ എത്രത്തോളം നമ്മളെ ജീവിതത്തിൽ നിന്ന് പുറന്തള്ളുന്നുവോ, അതല്ലെങ്കിൽ നമ്മളെ എത്രത്തോളം അവഗണിക്കുന്നുവോ, ഒരു പാലാഴി മഥനം പോലെ, ഞാൻ പറയുമ്പോൾ ഒരു തമാശ തോന്നണ്ട, ഒരു പാലാഴി മഥനം പോലെ ചിന്തകളെ കടഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വരും. അതിൽ നല്ലതുണ്ടാവാം, മോശമുണ്ടാവാം, ഒടുവിൽ കാളകൂടവും ഉണ്ടാവാം.
പക്ഷേ ഇതൊക്കെ നമ്മൾ തരണം ചെയ്തേ പറ്റൂ എന്ന് ജീവിതമാണ് എന്നെ പഠിപ്പിച്ചത്. ഒരുപക്ഷെ എല്ലാവരും ജീവിതത്തിലും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എനിക്ക് തന്നെ അറിയാം, പാടുന്ന കുറേ ആൾക്കാരുണ്ട്, അതുപോലെ ഡാൻസ് ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ എന്നെ എൻ്റെ പുസ്തകത്തിൻ്റെ താളുകളിലേക്ക് കൊണ്ടുപോയത് ഒരു ഒറ്റപ്പെടലിൻ്റെ ചിന്തകളായിരിക്കാം, അല്ലെങ്കിൽ ഏകാന്തതയായിരിക്കും, ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയ കുറേ എൻ്റെ ബന്ധങ്ങൾ. അതായത് എനിക്ക് സമയം ഒരുപാട് വൈകുന്നുണ്ടായിരുന്നു. എനിക്ക് 3 ഏട്ടന്മാരുണ്ടായിരുന്നു. പുസ്തകങ്ങളിൽ ജീവിച്ചവരാണ് അവർ, സിനിമയെ സ്നേഹിച്ചവരാണ്. അകാലത്തിൽ അവർ കടന്നു പോയപ്പം ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം തരാൻ പുറകിൽ ഒരാളില്ലാത്ത അവസ്ഥ. അച്ഛൻ, അമ്മ. സ്വാഭാവികമായിട്ടും പ്രായം ചെയ്യുമ്പോൾ അവരൊക്കെ പോകും. പക്ഷേ 60 വയസ്സാവുമ്പോഴേക്കും ജീവിച്ചു തുടങ്ങുന്ന സമയത്ത് ജീവിതം വിട്ടുപോയവരാണ് അവർ. അതും ഒരു പ്രത്യേക തരം ജീവിതമായിരുന്നു. ഒരു മാലയിൽ കോർത്ത, ഒരു നൂലിൽ കോർത്ത മുട്ടുകൾ പോലെ ഒരു ചോദ്യത്തിന് ഉത്തരം തരാൻ ആളില്ലാത്ത ഒരവസ്ഥയിലേക്ക് ജീവിതം നീങ്ങിയപ്പോൾ പതുക്കെ പുസ്തകത്തിലേക്ക്, പിന്നീട് അങ്ങനെ ആധ്യാത്മികതയിലേക്ക്. ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ആധ്യാത്മികതയല്ല, നമുക്ക് പൂർവ്വസ്മൃതികൾ പകർന്നു തന്നിട്ടുള്ള കുറേ ഗ്രന്ഥങ്ങളുണ്ട്. അതിനിപ്പം ബൈബിളായാലും ഖുർആനായാലും ഭഗവത്ഗീത ആയാലും എല്ലാറ്റിലും അടങ്ങിയിരിക്കുന്നത് ഒരേ തത്വം തന്നെയാണ്, വിവിധങ്ങളായ ഭാഷകളിൽ. അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളിലൂടെയൊക്കെ കടന്ന് ഒരു ആധ്യാത്മിക പ്രഭാഷണം നടത്തി. അതുപോലെ ചില കവിതകളൊക്കെ എഴുതി, ചിലതൊക്കെ വലിച്ചെറിഞ്ഞു, ചിലതൊക്കെ മൂടി വെച്ചു. ഒടുവിൽ സമയമായപ്പോൾ എങ്ങനെയോ അത് പുറത്തു വന്നു. ഒരുപക്ഷെ അനൂപ് ഇവിടുന്ന് പോയെന്ന് തോന്നുന്നു. അനൂപിൻ്റെ ചാനലിലാണ് ആദ്യമായിട്ട് എൻ്റെ കവിതാ സമാഹാരം രാമചന്ദ്രൻ കടമ്പേരി പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ തുടക്കത്തിൽ ഇവിടെ എത്തി. പക്ഷെ ഇവിടെ എത്തി ഇനി എത്രത്തോളം പോകും എന്നുള്ളതും വിശദ നിശ്ചയമാണ്. കാരണം ഞാൻ ചെയ്യുന്നത് പൂർണ്ണമായും അർപ്പിച്ചുകൊണ്ടാണെങ്കിലും അതിന് മുന്നോട്ട് നയിക്കാൻ എനിക്ക് എൻ്റെ മനസ്സ് ശക്തി തരണം. അത് ഞാൻ പറയാൻ കാരണം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പ്രത്യേകിച്ചാണ് പറയുന്നത്. കാരണം ഒന്നും നമുക്ക് നേടാനില്ല. കുടുംബജീവിതത്തിൽ നമ്മളെല്ലാവരെയും സംരക്ഷിച്ചും അവരെയൊക്കെ ആശീർവദിച്ചും താലോലിച്ചും ഒക്കെ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. കുറേ കഴിയുമ്പോൾ, കാലം കടന്നു പോകുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു നഷ്ടബോധം തോന്നിയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇനിയും വൈകിയിട്ടില്ല, നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി തുറന്നു വെച്ചിട്ടുണ്ട്. ആരെയും വേദനിപ്പിക്കാതെ, ആരെയും വെറുപ്പിക്കാതെ ജീവിതത്തിൻ്റെ എല്ലാ സ്വരങ്ങളും സമൃദ്ധമായി നീട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. അതിന് ഒരു സാമ്പത്തികമായ ഘടകമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ ഘടകങ്ങളൊന്നും വേണ്ട. ആരും നമ്മളെ ഇതിലേക്കൊന്നും കൈപിടിച്ച് വരത്തില്ല. നമുക്ക് ആവശ്യം ജീവിക്കാൻ പണം ആവശ്യമെന്നതുപോലെ മനസ്സിന്റെ ശാന്തതയ്ക്ക് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അത്രയും എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പിന്നെ വളരെയേറെ സന്തോഷം, ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. ഒരു 10ാം ക്ലാസ് പൂർവ്വ വിദ്യാർത്ഥിനിയായി എനിക്ക് ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പം എങ്ങനെ നന്ദി പറയണം? നന്ദി പറഞ്ഞാൽ അത് മോശമല്ലേ എന്നുള്ളതാണ് എൻ്റെ ചിന്ത ഇപ്പോൾ. കാരണം ഇത് ഒരിക്കലും പ്രതീക്ഷിക്കുന്നതാണ്, ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒന്നാണ് സത്യമായിട്ട്. അതുകൊണ്ട് വളരെയേറെ സന്തോഷം, ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് ഞാൻ ഇവിടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇനിയും നമുക്കിതുപോലെ ഒത്തുചേരാൻ കഴിയണം. എപ്പോഴും ഒന്നായി തന്നെ മുന്നോട്ട് പോകണം. പിന്നെ ഒരു ചെറിയ ഒരു സങ്കടം കൂടെ പറയാണ്. കൂട്ട് എന്ന നമ്മുടെ കുടുംബ ഒരു കൂട്ടായ്മയിൽ എപ്പോഴും ഒന്നും എനിക്ക് വരാനും പറ്റാറില്ല. അത് എൻ്റെ തന്നെ പോരായ്മയാണെന്ന് എനിക്കറിയാം. കാരണം സമയക്കുറവ് തന്നെയാണ്. നേരത്തെ നമ്മുടെ അരുണ്ട മാഷ് പറഞ്ഞതുപോലെ പറമ്പിൽ ഇഷ്ടംപോലെ പണിക്കാരുണ്ടാവും. പിന്നെ കൂട്ടുകുടുംബത്തിൻ്റെ ഒരു അവസ്ഥയാണ് എൻ്റെ വീട്ടിൽ. ഒരുപാട് ആളുകളുണ്ടാവും. എഴുതാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടാറില്ല. ഞാൻ സ്റ്റോർ റൂമിൽ വെച്ചിട്ട് പേപ്പറൊക്കെ വെച്ച് സമയം കിട്ടുമ്പോൾ തോന്നുന്നതൊക്കെ എഴുതും. മനസ്സിലുള്ളത് ഞാൻ മൊബൈലിൽ പറഞ്ഞു വയ്ക്കും. കാരണം ഒരിക്കൽ വന്ന വാക്ക് പിന്നീട് നമുക്ക് തിരിച്ച് കിട്ടില്ല, എഴുതാൻ കിട്ടില്ല. അങ്ങനെയൊക്കെയാണ് ഈ യാത്ര പോകുന്നത്. അല്ലാതെ ഒന്നിനും പ്രത്യേകിച്ചൊരു സമയമില്ല. ഒരുപാട് നേരം സംസാരിച്ചു. അതിനുള്ള അവസരം നിങ്ങൾ തന്നു. ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. താങ്ക് യു. പിന്നെ 2 മക്കളാണുള്ളത്. 2 പേരും എഞ്ചിനീയർമാരാണ്. ഒരാൾ എറണാകുളത്ത്, ഒരാൾ ബാംഗ്ലൂർ ചെയ്യുന്നു. മക്കളുടെ കല്യാണം കഴിഞ്ഞു. ഇപ്പം മകനാവുന്നത്. ഇത്രയുള്ള ഡീറ്റെയിൽസ്. എൻ്റെ കൂടെ പഠിച്ച 1ാം ക്ലാസ് തൊട്ട് പഠിച്ച കുറച്ച് പേര് ഇതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചധികം പേരുണ്ട്. അവരെല്ലാവരെയും എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല.
ഇവിടെ ഒരാൾ തിരിച്ചറിയുന്നുണ്ട്, രണ്ടുപേരുണ്ട്. പിന്നെ വനജയെ അറിയാം, വനജന് ഓർമ്മയുണ്ട്. വിനോദ് 1ാം ക്ലാസ്സിലോട്ടുള്ള ആ ഓർമ്മ. ഈ അരവിലാഷൊക്കെ എൻ്റെ കൂടെ 5ാം ക്ലാസ് തൊട്ടിട്ട് 1ാം ക്ലാസ് തൊട്ടുള്ളത് ജോർജാണ്. ഇത്രയുള്ള ഡീറ്റെയിൽസ്. എൻ്റെ വീട് നെടുമ്പോയിലാണ്. കണി ഞാൻ ഒരുമിച്ച് പഠിച്ചത് 1ാം ക്ലാസ് കണി ഞാൻ എൻ്റെ റിലേറ്റീവ് ധാരാളമായിട്ട് ബ്ലോഗ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പേരാവൂർ ലോക ചാനലിലൊക്കെ വർക്ക് ചെയ്യുന്നു. ഇവിടെ കൂടിയുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബർത്ത്ഡേ നിങ്ങൾ മറന്നുപോയാലും തോമസ് ചേട്ടൻ മറന്നില്ല. ഒരു ദിവസം ഏകദേശം 250 ആളുകളുടെ ബർത്ത്ഡേ വിഷ് ചെയ്യുകയും അവരെ എല്ലാ ഫേസ്ബുക്കിലൊക്കെ അവരുടെ എല്ലാ ബർത്ത്ഡേ ആശംസകൾ നേടുകയും ചെയ്തുകൊണ്ട് നമ്മുടെ വളരെയധികം ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ അതിനകത്തെല്ലാം വിഷ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അപൂർവ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. നമ്മുടെ ക്ഷണശീലത്തിലെത്തി. അപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ കൂട്ടിൻ്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായും ആശംസകൾ അറിയിക്കുന്നതിനായി പ്രിയ സുഹൃത്തുക്കളെ ഓരോരുത്തരെയും ക്ഷണിച്ചു. നേരിട്ട് പറയുന്നില്ല, ഓരോരുത്തർക്ക് പറയാം. താമസിക്കുന്നത് പടിയൂരാണ്. പിന്നെ ഈ ഒരു സംഗമത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് അത് സ്റ്റേജിലൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടോ, അതിൻ്റെതായ വിഷമങ്ങൾ ഉണ്ടാവേ. പിന്നെ ആദ്യമായിട്ട് സംഗമത്തിൽ എന്നെ വിളിച്ച അരവിന്ദാക്ഷനോട് സംഘാടകരോടും എന്നെ നന്ദി അറിയിക്കുന്നു. പിന്നെ വേണ്ട, എനിക്ക് 2 മക്കളാണ്, ഒരാണും ഒരു പെണ്ണും. മോള് ആയുർവേദ ആശുപത്രിയിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്, മോൻ ദുബായിൽ ഹോട്ടൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത്. അവർക്ക് 2 മക്കളുണ്ട്, ചെറിയ കുട്ടികളാണ്. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. ഏതായാലും ഇങ്ങനെ ഒരു പരിപാടി സംഗമം ഒപ്പിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇനിയും ഇങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എൻ്റെ വീട് കുളക്കുറ്റിയാണ്. ഇപ്പോൾ താമസിക്കുന്നത് തൊണ്ടിയിലാണ്. എനിക്ക് 2 മക്കളാണ്. 2 പേരിൽ ഒരാളെ വിവാഹം കഴിച്ചു വിട്ടു, ഒരാൾ ബാങ്കിൽ ജോലി ചെയ്യുന്നു ബാംഗ്ലൂര്, ഒരാൾ മിഷൻ ഹോസ്പിറ്റലിൽ അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്നു. എനിക്ക് ജോലി നേടാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ മക്കളെ ഞാൻ ജോലിയിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് സഹപാഠികളോട്, ഇന്നല്ലെങ്കിൽ നാളെ ഒരുപാട് പേരെ പുതിയ മുഖങ്ങളായിട്ട് കാണുന്നുണ്ട്. ഇതുവരെ ഈ 42 വർഷമായിട്ട് കാണാത്ത ആൾക്കാരാണ് കുറേ പേര് ഇരിക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ അടുത്തിരുന്ന പോലും സഹപാഠിയാണെന്ന് അറിയാൻ പറ്റാത്ത സാഹചര്യം. ഇന്ന് ഒരുപടി പേരെ കാണുവാനും എനിക്ക് 2 പങ്കെടുക്കാൻ പറ്റില്ല. ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് വരുന്നത്. എങ്കിലും കുറേ പേരെ കണ്ടതിലും പിന്നെ ഇനി എവിടെ നിന്നെങ്കിലും വെച്ച് കണ്ടാൽ സഹപാഠിയെ കാണുമ്പോൾ ഒന്ന് സംസാരിക്കാനോ ഒന്ന് ചിരിക്കാനോ മനസ്സിലാക്കണം. ഇന്നലെ തന്നെ എനിക്കുണ്ടായ അനുഭവം, ഞാൻ ഇന്നലെ തൊഴിലിൽ നിന്ന് പേരാവർക്ക് വരുമ്പോൾ എൻ്റെ അടുത്തിരുന്നത് എൻ്റെ ഒരു സഹപാഠിയായിരുന്നു. പക്ഷേ ഞാൻ ആലോചിച്ചു, എനിക്കറിയാമായിരുന്നു, പക്ഷേ കക്ഷിക്കെന്നെ അറിയാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. കക്ഷി ഒന്നും വേണ്ടിയില്ല. അതേപോലെ തന്നെ ഒരുപാട് പേര് എൻ്റെ ഒപ്പം പഠിച്ചവർ ഇരായി പറ്റിയിട്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടു. എൻ്റെ ക്ലാസ് പഠിച്ചവരുണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആരും പെൺകുട്ടികളൊന്നുമില്ല, പേടിയാണ്. കാരണം എന്താ, അധ്യാപകരെ പഠിച്ചിട്ട് നമ്മുടെ നാളെ രക്ഷിതാക്കളെ കൂട്ടിക്കൊണ്ടുവരാൻ പറയും. അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ എൻ്റെ വീട്ടില് രക്ഷിതാക്കളെ കൂട്ടിക്കൊണ്ടുവരാനില്ലായിരുന്നു അന്നത്തെ കാലഘട്ടം. നമ്മളിപ്പം ഈ ചടങ്ങിൽ ആശംസകളാണ് നടത്തുന്നത്. നാടും പേരും മക്കളെ കാര്യവും പറഞ്ഞ് പോകുന്നതെന്ന് വായിക്കുന്നത് എല്ലാവർക്കും എല്ലാവരും കൂടി അറിയാനുള്ള സാഹചര്യം നമുക്ക് തോന്നുന്നു. അപ്പോൾ അതിനായിട്ടുള്ള രീതിയിൽ നമുക്ക് അടുത്ത 5 മിനിറ്റിന് ശേഷം ഇത് വൈൻഡപ്പ് ചെയ്തുകൊണ്ട് ചെയ്യാം. അപ്പോൾ അതിനിടയിൽ നമ്മുടെ ജോസ് കെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇങ്ങനെ പല സാധനങ്ങളും കൊണ്ടുവന്നത് അതിനൊക്കെ നന്ദി പിന്നെ പറയാം, പെട്ടെന്ന് പറയേണ്ടത് ഇഷ്ടം കേട്ടോ. ഇത് കിട്ടിയപാട് നന്ദി പറഞ്ഞാൽ അത് ശരിയാവും. കുറച്ച് നമ്മൾ അതിൻ്റെ മധുരം നുണഞ്ഞ് വേണം നമുക്കതിനെ നന്ദി അറിയിക്കാൻ. അതുകൊണ്ടാണ് പറയാതെ. എങ്കിലും ഇത്തരത്തിലൊരു ഇതിന്
ഇടയിൽ ഒരു മധുരം തന്ന് നമ്മുടെ പരിപാടി മധുരമാക്കിയതിൽ വളരെ താങ്ക്സ് ഒക്കെ. അപ്പോൾ രണ്ടുപേരി ആലപിക്കുന്നതിനായിട്ട് രണ്ടുപേരിന്ന് രണ്ടാമളിപ്പം പറയാം. ഇത്ര ഒരു കൂടെ നമസ്കാരം. ഇത് ഞാൻ എഴുതിയൊരു ചെറിയ കവിതയാണ്. കലോത്സവ വേദികളിൽ കുട്ടികൾ പാടുന്നത് നല്ല സ്കൂളുണ്ട്. പക്ഷെ ഞാൻ പാടുമ്പോൾ നിങ്ങൾക്കിത് താങ്ങുമെന്ന് അറിയില്ല. എന്നാൽ രണ്ടുപേരിൽ കവിത അവസാനിപ്പിക്കാൻ പറ്റില്ല. കവിതയ്ക്കൊരു പൂർണ്ണതയുണ്ട്, അതിനൊരു അവസാനം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും സമയം കളയുന്നില്ല. വന്ന് തിരിക്കുന്ന ചിലക്കൾ ഞാൻ പാടാം. ഊർമിള എന്നാണ് കവിതയുടെ പേര്. ഊർമിളേനെ അറിയാലോ, പുരാണത്തിലെ ഊർമിള. താല്പര്യപ്പെടുന്ന ആളുകൾ വരിക. എല്ലാം പരിചയപ്പെടുത്തലാക്കിയാൽ ആദ്യം നമുക്ക് ഈ ഒരു ഔദ്യോഗിക ചടങ്ങ് അവസാനിപ്പിച്ചിട്ട് പരിചയപ്പെടുത്തൽ, അതിനുശേഷം നമുക്ക് ഓരോരുത്തരും പരിചയപ്പെടാം. ആശംസകൾ അറിയിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരിക. ഇല്ലെങ്കിൽ രണ്ട് വാക്കാർക്കും പറയണമെന്നുണ്ടെങ്കിൽ പറയാം. രണ്ട് വാക്കുകൾക്ക് ആരുമില്ലെങ്കിൽ നന്ദി പറയുന്നതിനായി നമ്മളുടെ കൂട്ടിൻ്റെ ട്രഷറർ സലാമിനെ ക്ഷണിക്കും. സലാം. നന്ദി ഞാൻ വിചാരിച്ചത് കുറച്ച് നേരത്തെ പോകാം, എല്ലാവരും പോയതിനു ശേഷം നന്ദി പറയാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ നന്ദി എന്ന് പറഞ്ഞാൽ ഒരു ഔദ്യോഗികം ആയതുകൊണ്ട് തന്നെ പരിപാടി കാണാൻ അല്ലെങ്കിൽ അത് അവതരിപ്പിക്കാനാണ് ഇപ്പോൾ ഇവിടെ എല്ലാവരും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിനുവേണ്ടി എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ ഒരു നന്ദിൻ്റെ വാക്ക് ഇവിടെ അറിയാൻ പറ്റാമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എന്നെ പരിചയപ്പെടുത്താൻ കൂടി ചെയ്യാം. കാരണം കുറേ പേര് ഇതിൻ്റെ അകത്ത് നമ്മളന്ന് പരിചയപ്പെടുത്തിയപ്പോൾ അപ്പോൾ അവരും കൂടെ അറിയാൻ വേണ്ടി പരിചയപ്പെടുത്തുന്നതാണ്. ഞാൻ അബ്ദുൽ സലാം, 10th BA പഠിച്ചു. അതിനുശേഷം ആർട്ട് ഓഫീസിൽ വർക്ക് ചെയ്തു. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം റിട്ടയർ ചെയ്തു. 3 മക്കൾ, 3 പഠിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നന്ദി കൊടുത്തുകൊണ്ട് ഔദ്യോഗികമായി
ചടങ്ങ് ഇവിടെ അവസാനിച്ചു. ഇനി നമ്മുടെ സൗഹൃദ സംഭാഷണങ്ങളും സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയുള്ള സമയമാണ്. നമുക്ക് ഓരോരുത്തരെയും പരിചയപ്പെടാം. പുതുതായിട്ട് പഠിച്ച ഒരാളാണ് ഞാൻ. പുളകുറ്റിയിലാണ് വീട്. പുളകുറ്റി സ്കൂളിൽ ഹെഡ് മാസ്റ്ററായിട്ട് കഴിഞ്ഞ 8 വർഷം സർവീസിൽ നിന്ന് വിരമിച്ചു. 2 മക്കളെ. മൂത്ത മോള് ദുബായിൽ ജോലി ചെയ്യുന്നു, മോൻ കാനഡയിൽ ജോലി ചെയ്യുന്നു. ഭാര്യ ഹൗസ് വൈഫായിട്ട് വീട്ടിൽ സ്വസ്ഥമായിട്ട് ഞങ്ങൾ കഴിഞ്ഞു പോകുന്നു. ഇതാണ് എന്നെക്കുറിച്ചുള്ള. ഇനി മറ്റുള്ളവർക്ക് ഓരോരുത്തർക്കായിട്ട് വന്ന് പരിചയപ്പെടുക. ഞാൻ അനന്തദർശൻ, വായനൂരാണ് താമസം. മമ്പറ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗണിതാധ്യാപകനായിട്ട് കുറച്ച് കാലം വർക്ക് ചെയ്തു. 2023 റിട്ടയർ ചെയ്തത്. മെയ് മാസം 31 നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്, കാരണം എല്ലാവരുടെ ഏജാണ്. ഭാര്യ ഒരു LP സ്കൂളിലെ ഹെഡ് മിസ്ട്രസ്സായിട്ട് വർക്ക് ചെയ്യുന്നു. സന്തോഷം, കുടുംബം കുഴപ്പമൊന്നുമില്ല, സന്തോഷത്തിലങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. കൂടുതലൊന്നും പറയാം. ഓക്കെ, താങ്ക് യു. മക്കളെ പറഞ്ഞോ? മക്കളെ കുറിച്ചൊന്നും പറയുന്നില്ല, കാരണം മക്കളൊന്നും ഇല്ല. അതാണ് പിന്നെ നമ്മള് കുറച്ച് കാലമായിട്ട് മക്കളൊക്കെ തന്നെയായിരുന്നു. കുറേ ധാരാളം കുട്ടികളൊക്കെ അതുകൊണ്ട് സംവദിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചോളം അല്ലാതെ പറയേണ്ട ആവശ്യമില്ല. ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ്. അതുകൊണ്ട് ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ട്. അതെല്ലാം നമ്മുടെ കുട്ടികളായി കരുതിക്കൊണ്ടാണ് ഇതുവരെയും ഞാൻ ചെയ്തത്. ഇനി അങ്ങോട്ടും അത് തന്നെയായിരിക്കും. ഓക്കെ, താങ്ക് യു. അഭിമുഖീകരിക്കാന്ന് പറഞ്ഞാൽ വലിയ വിഷമമുള്ള കാര്യമുള്ള. ഞാൻ ഹണി ജോർജ്. എനിക്ക് 2 മക്കളാണ്. മൂത്ത മകളുടെ കല്യാണം കഴിഞ്ഞു, രണ്ടാമത്തെ മകള് ഒരു വർക്ക് ചെയ്യുന്നു. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം, ഞാനൊരു ഗ്രാൻഡ് മദർ ആകാൻ പോവുകയാണ് അടുത്ത മാസം. ഹസ്ബൻഡ് ജോർജ് ഒരു പ്ലാനറാണ്. ഞാൻ മമ്പത്താണ് താമസിക്കുന്നത്. എൻ്റെ ഭർത്താവ് തലശ്ശേരി BM സ്കൂൾ മാഷായിരുന്നു. ഞാൻ 30 കൊല്ലം അധ്യാപികയായി കഴിഞ്ഞ് 23 റിട്ടയർഡായി. ഗവൺമെൻറ് സർവീസിലായിരുന്നു. എനിക്ക് 2 മക്കൾ, ഒരു മോനും മോളും. മോള് ബാംഗ്ലൂർ ടീച്ചറാണ്, കുടുംബസമേതം അവിടെ താമസിക്കുന്നു. മോനും ഭാര്യയും അബുദാബിയിലാണ്. കോളയാടിലാണ് താമസിക്കുന്നത്. ഖനീരൊക്കെ വീടിൻ്റെ അടുത്തായിട്ട് വരും. ജോർജ് ഞങ്ങളൊക്കെ ഒരുമിച്ച് സ്കൂളിൽ തലേദിവസം കണക്ക് തരുമ്പോൾ ജോർജിൻ്റെ പുസ്തകം നോക്കിയിട്ടാണ് വ്യത്യാസം ഞാൻ എഴുതിയിട്ട് ഭാഷ കാണിക്കുന്നത്. അങ്ങനെ പിന്നെ എനിക്ക് 2 കുട്ടികളാണ്. മൂത്ത മകളെ എനിക്ക് തിരുവനന്തപുരം കഴിക്കാം. അപ്പോൾ ഇന്ന് ലീവിന് വന്നിട്ട് ഉച്ചയ്ക്ക് പോകണം. അപ്പോൾ ഞാനതിന് വേറെ ആളെയൊക്കെ ആക്കിയിട്ടാണ് ഞാനിവിടെ നമ്മുടെ കൂടുതൽ ഒഴിവാക്കാൻ പറ്റുന്നതുകൊണ്ട് ഈ സംഗമത്തിൽ പങ്കെടുക്കാൻ വന്നത്. പിന്നെ രണ്ടാമത്തെ അവള് +1 വരുന്നത്, വളരെ സെൻട്രൽ സ്കൂളിൽ. പിന്നെ ഞാൻ തലശ്ശേരി ഒരു ടവർ ടവറിലെ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. എൻ്റെ പേര് വിനോദ് കുമാർ. വെള്ളറവഴിയാണ് വീട്. ഭാര്യയും 3 മക്കളും. മൂത്ത മകൻ +2 കഴിഞ്ഞ് ജോലിയൊന്നും ആയിട്ടില്ല. രണ്ടാമത്തെ മകളാണ്. അവള് PG കഴിഞ്ഞു, ഇപ്പം B.Ed കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു. മൂന്നാമത്തെ ഒരു മകനാണ്. അവനിപ്പോൾ ഡിഗ്രി ഫൈനൽ കഴിയുകയാണ്. കൂട്ടുകാരെ നമസ്കാരം. എൻ്റെ പേര് ബാലചന്ദ്രൻ. പൂളക്കുറ്റിയാണ് എൻ്റെ സ്വദേശം. പക്ഷേ ഞാൻ 18 വർഷമായിട്ട് ചോലയാണ് താമസിക്കുന്നത്. ഞാൻ സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചാണ്. 10 വർഷത്തോളം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലും അത് കഴിഞ്ഞ് സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിലും ഓഡിറ്റ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് 2021 റിട്ടയർ ചെയ്തു. ഇപ്പോൾ പിന്നെ എൻ്റെ കുറച്ച് പറമ്പുകളുണ്ട്, അത് നോക്കി നടക്കുകയാണ്. അപ്പോൾ എൻ്റെ ഭാര്യയും ഒരു മോനാണ്. മോനെ ഡിഗ്രി കഴിഞ്ഞു. ഇപ്പോൾ ജോലിക്കായിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. വൈഫിന് ജോലിയൊന്നുമില്ല. എൻ്റെ ചേട്ടനും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ രണ്ടാളും ഒരുമിച്ച് 82 ബാച്ചാണ്. നന്ദി, നമസ്കാരം. ഭാര്യയും മകൻ ഡിഗ്രി വർക്ക് ചെയ്യുന്നു ഹൈദരാബാദ്. എൻ്റെ പേര് റോൺ എംഷെ.
ഒരു ഭാര്യയും 3 കുട്ടികളുമുണ്ട്. അതിൽ 2 പേരുടെ കല്യാണം കഴിഞ്ഞു. 2 പേര് കുടുംബസമേതം ഓസ്ട്രേലിയ സ്ഥലത്തിലാണ്. 3ാമത്തെ മകൻ ബഹറിൻ ജോലി ചെയ്യുന്നു. എൻ്റെ പേര് സണ്ണി ജോസഫ്. ഞാൻ വയനാട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ കർഷകനാണ്. 3 മക്കളുണ്ട്. 2 പേര് വർക്ക് ചെയ്യുന്നു. ഒരു കുട്ടി പെൺകുട്ടിയും പഠിക്കുകയാണ്. ഞാൻ വനജ. 2 പഠിച്ചത്. ഇപ്പം ധർമ്മടാണ്. പിന്നെ ഒരു മോനാണ്, അവൻ ജോലി ചെയ്യാണ്. ഇത്രയും പഠിച്ചിട്ട് 3 മക്കളാണ്. 2 ആൺകുട്ടികളും ഒരു പെണ്ണും. 2 ആൾ ഗൾഫിലാണ്. മോള് പൊട്ടിക്ക് നടക്കുന്ന എൻ്റെ പേര് ലീലാമ്മ. ഞാൻ മണിക്കടവിലാണ് താമസിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജെയിംസ്. എനിക്ക് 3 മക്കളാണ്. മൂത്ത മോള് നേഴ്സാണ്. അവൾ UK വർക്ക് ചെയ്യുന്നു. 2ാമത്തെ മോനാണ്, അവൻ ദുബായിൽ വർക്ക് ചെയ്യുന്നു. 3ാമത്തെ മോള് ഇപ്പം BSc നഴ്സിങ്ങിന് മംഗലാപുരത്ത് പഠിക്കുന്നു. ജോസ് 3ാമത്തെ പ്രാവശ്യമാണ് പരിചയപ്പെടുന്നത്. ബോറിംഗ് ആശംസിക്കും. എല്ലാവർക്കും അറിയുന്നതിനാണ് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അതായത് 3 മക്കളാണ്. മൂത്തത് പെൺകുട്ടി ബാംഗ്ലൂർ നിംഹാൻസ് BSc നഴ്സിംഗ് 3ാം വർഷം. 2ാമത്തത് ബിടെക്കിന് മോനാണ് ഈ വർഷം. പിന്നെ ഇളയവൻ +1. ലേറ്റ് മാരേജ് ആണ്. ജോലി അതായത് പിന്നെ പാർലെ ഫെക്ടറിയിൽ ജോലി ചെയ്യുമ്പോൾ ഒരു ആക്സിഡൻറ്റ് കിട്ടി. ലേറ്റ് മാരേജ് ആണ്. അതുകൊണ്ടാണ്. പിന്നെ സ്വന്തമായിട്ട് ഇരട്ടി മാടത്തിൽ ഇവിടെ ബിസിനസ് നടത്തി. ഹലോ, എൻ്റെ പേര് ഗോവിന്ദൻ. സ്ഥലം ആലച്ചേരി. ഞാനൊരു ഹോട്ടൽ കച്ചവടം നടത്തുകയാണ്. അതുകൊണ്ട് ഒരിക്കലും റിട്ടയർമെൻറ്റ് എനിക്കില്ല എന്ന് ഉറപ്പിക്കാം. പിന്നെ 2 മകളാണ്. 2 മകളാണ്. 2 പെൺമക്കൾ. ഒരാളുടെ കല്യാണം കഴിഞ്ഞു. അവിടെ ഹസ്ബൻഡിൻ്റെ കൂടെ UK-ലാണുള്ളത്. 2ാമത്തവർ പഠിക്കുകയാണ്. ഡിഗ്രി കഴിഞ്ഞു. അടുത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് കോഴ്സിന് എറണാകുളത്ത് നിന്ന് പഠിക്കുകയാണ്. പിന്നെ ഭാര്യ ഹൗസ് വൈഫാണ്. അത്രമാത്രം. എനിക്ക് 2 മക്കളുണ്ട്. 2 പേരുടെയും കല്യാണം കഴിച്ചു. ഹലോ, എൻ്റെ പേര് രാജീവ് എന്നാണ്. ഞാൻ തോലമ്പുറയാണുള്ളത്. പിന്നെ ഭാര്യയും മോനുണ്ട്. അവനും MBA കഴിഞ്ഞ് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. പ്രിയ കൂട്ടുകാരെ, എൻ്റെ പേര് രാധാശ്രീ. ആലച്ചേരി. കല്യാണം കഴിച്ചുകൊണ്ടുപോയത് മാനൂര്. എനിക്ക് 2 കുട്ടികളുണ്ട്. ഒരാണും ഒരു പെണ്ണും. 2 പേരുടെയും കല്യാണം കഴിഞ്ഞു. 2 പേർക്കും കുട്ടികളായി. ഇപ്പം സ്വസ്ഥം വീട്ടിൽ ചെറിയ കൃഷിയിലായി ജീവിച്ചു വരുന്നു. കൂട്ടുകാരെ, എൻ്റെ പേര് മേരി. ഞാൻ നെടുമ്പാഞ്ചാലാണ് താമസം. ഇപ്പം എൻ്റെ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന് കിളിയന്തറ. എനിക്ക് 2 മക്കളാണ്. ഒരു മോനും ഒരു മോളും. മോന ഇന്ത്യൻ കോഴ്സിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ മോള് സിസ്റ്ററാണ്. അവളിപ്പം നീറ്റ് പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്കൊരു കൊച്ചുമോളുണ്ട്. ഇത്രയേ ഉള്ളൂ. ഹസ്ബൻഡ് കൃഷിപ്പണിയൊക്കെയാണ് ഞങ്ങൾ സ്വസ്ഥ. ഞാൻ വിനോദിനി. ഞാൻ നെടുമ്പൂർ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് 2 ആളുകളുണ്ട്. 2 പേരെയും കല്യാണം കഴിഞ്ഞ് മൂത്തവർക്ക് ഒരു കുട്ടിയുണ്ട്. തോമസ് എന്നാണ്. ഇപ്പൊ കൂടുതൽ കുറെ കൂട്ടുകാരെ ടോമിനാണ് വിളിക്കുന്നത്. തോമസിന്റെ കാരണം പറ്റില്ല. ടോമിനെ എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ വീട് പൂളപ്പറ്റിയാണ്. ഞാൻ കുറേ ആള് 8th Fലാണ് പഠിച്ചത്. കുണ്ടമേരിയുടെ ക്ലാസ്. അതിൽ കുറേ കൂട്ടുകാർ എനിക്ക് പരിചയമുണ്ട്. പിന്നെ 9th B പാപ്പത്തമാഷ ക്ലാസ്സിലാണ് പഠിച്ചത്. അവിടെ കുറച്ച് കൂട്ടുകാരുണ്ട് ഓർമ്മയിലുള്ള. പിന്നെ 10th B ഗോണ്ടരാമ ക്ലാസ്സിലാണ് പഠിച്ചത്. അവിടെ കുറേ ഓർമ്മയായിട്ടുള്ളതുണ്ട്. ഓർമ്മയിൽ ഇന്നുകൊണ്ട് കുറേ കൂട്ടുകാരുണ്ട്. ഓർമ്മയിൽ വന്നുകൊണ്ട് കുറേ കൂട്ടുകാരുണ്ട്. ഇനി ഓർത്തക്കുള്ള കുറച്ച് കൂട്ടുകാരുണ്ട്. ഞാൻ കൃഷിപ്പണിയൊക്കെ പോകുന്നു. എനിക്ക് 2 കുട്ടികളുണ്ട്. മൂത്തവൾ ഇസ്രായേലാണ്. അവളെ കെട്ടിച്ചിരിക്കുന്ന ആലച്ചേരിയാണ്. 3 കുട്ടികൾ. 2ാമത് മോളെ കുട്ടിയാണ് കെട്ടിച്ചിരിക്കുന്നത്. അവിടെ അബുദാബിയിലാണ്. 1 കുട്ടി. താങ്ക്സ്. നമ്മുടെ ഈ പരിചയപ്പെട്ട സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇങ്ങനെ സംസാരിക്കാനുള്ള അവസരമുണ്ടല്ലോ. അപ്പോൾ പ്രശ്നമില്ല. നമുക്ക് അടുത്തതായിട്ട് നമുക്കൊരു പുതിയ ഭാരവാഹികളൊക്കെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഈ
സംഘാടക സമിതി പിരിച്ചുവിട്ടതായിട്ട് ബെഞ്ചി പറഞ്ഞേ. അപ്പോൾ പിരിച്ചുവിടും. അപ്പോൾ ഇനി പുതിയ നല്ല ആക്റ്റീവായിട്ട് നമ്മളെ ഈ ഗ്രൂപ്പിന് നല്ല രീതിയിൽ നയിക്കാൻ പറ്റുന്ന ആളുകൾ മുന്നോട്ട് വരണം. സ്വമേധയാ വേണം. നീ വാ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന ആവശ്യമില്ല. ഞാൻ തയ്യാറാണ് ഈ വർഷം.